ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സമയം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ്, അതിനുള്ള പ്രതിവിധി. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെ പോയി കഴിഞ്ഞാലും ആ സിറ്റുവേഷനിൽ നിങ്ങൾ തരണം ചെയ്യാനുള്ള പ്രതിവിധി, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസും അതിനുള്ള സൊല്യൂഷൻസുമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം പ്യുവറായിട്ടിരുന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതിയാവും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്. ഓക്കെ, ഇതൊരു നോർമലായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് പോവാം. ഓക്കെ, ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. ഈ സമയം നിങ്ങൾ രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രോബ്ലമാണ്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഒരുപാട് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഒരുപാട് ലൈഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു മരം, ആ ഒരു മരത്തിൽ നിന്നും നിങ്ങൾ നട്ടൊരു മാവിൽ നിന്നും നിങ്ങൾക്ക് ബലങ്ങളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ മാവിൽ നിന്നും ഒരുപാട് മാങ്ങ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കതിൽ നിന്നൊരു ലാഭമോ നിങ്ങൾക്കതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ബട്ട് നിങ്ങൾക്ക് മാവിൽ കയറി പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിഞ്ചു മാങ്ങിയിരിക്കും. താഴെ വീഴുന്ന എല്ലാം അണ്ണാകുഞ്ഞും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നിങ്ങൾക്കൊരു മാവ് നട്ടുപിടിപ്പിക്കണം, ആ മാവിൽ നിന്ന് ഒരുപാട് ബലങ്ങൾ നിങ്ങൾക്ക് വേണം എന്നുള്ളത്. ബട്ട് നിങ്ങൾക്കിത് തരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം പേര് ഇത് കാണാതെ പോകുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ റൈറ്റ് ടൈമിൽ അവിടെ എത്തുന്നില്ല. കുറേ അധികം ആൾക്കാർക്ക് അതിൻ്റെ സമയമായിട്ടില്ല. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാനുള്ള ഒരു ഇതായിട്ടില്ല. ചില ആൾക്കാരെ സംബന്ധിച്ച് വിഷമിച്ചാണ് ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ മാങ്ങ് വീഴുന്ന സമയം അവർക്ക് അറിയാമെങ്കിൽ പോലും അത് പോയി പിടിച്ചെടുത്ത് തിന്നാനുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. അവർക്കറിയാം അവരെ മാവാണ്. ഇത് ഞാൻ ഉപമിക്കുന്നത് എന്തിനൂടെയാണ് എന്ന് നിങ്ങൾക്ക് ഏത് രീതിക്കാണ് സെൻസിലെടുക്കാം. റിലേഷൻഷിപ്പ് ആയാലും കരിയറിലായാലും ഫിനാൻസിലായാലും ഒക്കെ ഈ ലോജിക്ക് അങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ സ്വന്തം മാവിൽ നിന്നും മാങ്ങ പറിച്ച് തിന്നാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു പഴുത്ത മാങ്ങ ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആർക്കും ഇത് ലോജിക്കായിട്ട് ഏത് രീതിക്ക് വേണോ ചിന്തിക്കാം. സോ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്താണ്, സമയം ഒരുപാട് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും നിങ്ങളുടെ ടൈമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ താഴോട്ടല്ല പോകുന്നത്, മേളിലോട്ടാണ് പോകുന്നത്. ഓരോ ദിവസവും നിങ്ങളുടെ ട്രാൻസ്ഫർമേഷനാണ്. പഴയ സമയമൊന്നും തിരിച്ച് റിട്ടേൺ കിട്ടത്തില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. പഴയ ടൈം പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ മെൻറ്റാലിറ്റിയും സിറ്റുവേഷൻസും ഏജും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതിന് കുറ്റം ആരെടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സോ പോകുന്നത് ഫ്യൂച്ചറിലോട്ടാണ്, താഴോട്ട് ആരും പോകത്തില്ല. ജനിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് ഏജ് കൂടിക്കൂടിയാണ്, കുറയല്ല ചെയ്യുന്നത്. മനസ്സിന് ചിലപ്പം ഏജ് കുറയായിരിക്കും, സോളിന് ചിലപ്പം ഏജ് കുറയായിരിക്കും. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏജ് കൂടിക്കൂടിയാണ് പോകുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡിവൈൻ ഉണ്ട്. ഈ ഡിവൈൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഒളിഞ്ഞും മറഞ്ഞും നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് തരുന്നുണ്ട്. ബട്ട് നിങ്ങളിപ്പോഴും സ്റ്റിൽ ആ മാങ്ങ കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് നിൽക്കുന്നത്. മാങ്ങ കിട്ടാത്ത മാങ്ങ അത് പോയി. ഇനി മണ്ടയിൽ നിൽക്കുന്ന മാങ്ങ പഴുത്ത് വീഴുന്നവരെ വെയിറ്റ് ചെയ്യണം. അതേ നിങ്ങൾക്ക് നിർവാഹമുള്ളൂ. ഞാൻ ഈ മാങ്ങ എന്ന് പറയുന്നത് നിങ്ങളുടെ സമയമായിരിക്കും, നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിരിക്കും എന്നും പറഞ്ഞ് പോയി അടുത്തുള്ളവൻ്റെ മാവിൽ പോയിട്ട് മാങ്ങ എറിഞ്ഞ് തിന്നാൻ വേണ്ടി ശ്രമിക്കരുത്. അല്ലെങ്കിൽ കടയിൽ പോയിട്ട് മാങ്ങ മേടിച്ച് തിന്നാൻ വേണ്ടി ശ്രമിക്കരുത്. അതൊന്നും നിങ്ങൾക്ക് ഉതകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഉപമിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങളിപ്പോൾ വിഷമിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു ജോലിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. ആ ജോലി നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല. എത്ര വലിയ ആൾക്കാർ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് അവിടെ പറ്റുന്നില്ല. നിങ്ങൾക്കവിടെ മുന്നുള്ള വിഷമിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ആ ഒരു കരിയർ കൊണ്ട് ഒരുപാട് സക്സസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു സക്സസ്സും ഇല്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ടും ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടും എനിക്ക് അവിടെ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലല്ലോ, എനിക്ക് അവിടെ നിന്നൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ലല്ലോ, എനിക്ക് അവിടെ നിന്നൊരു അനുഭവം കിട്ടുന്നില്ലല്ലോ,
എന്നുള്ള സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ മേജർലി വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കണവന്മാർക്ക് വരെ പൈസ കിട്ടും. കാരണം എന്താണ്? അവന്മാരെ ബ്രില്യൻസ് ആണ്, അവന്മാരെ കോൺഫിഡൻസ് ആണ്, അവന്മാരെ കഴിവാണ്. ഒരു പണി അറിയാമെന്നുള്ള ഒരുത്തൻ അവൻ എങ്ങനെ വേണം അവന് ജീവിക്കാൻ പറ്റും. ആൾക്കാരെ പറ്റിച്ചിട്ടായാലും ആൾക്കാരെ കള്ളം ചെയ്യിപ്പിച്ചിട്ടായാലും എങ്ങനെയാണ് ജീവിക്കാൻ. കാരണം ഇൻബോൺ അവനുള്ള കഴിവും അവൻ്റെ പാഷനേറ്റും അവനുണ്ട്, അല്ലെങ്കിൽ അവക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ബിസിനസ് കഴിവ്, ഇപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ പഠിപ്പിക്കാൻ നിൽക്കുന്ന ഒരു കാര്യം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സോൾ നമുക്കിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഗതികേടുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ പൈസ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. പക്ഷേ ആ പൈസ കൊണ്ട് നമുക്ക് വല്ല യൂസേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. 100 കോടി 1000 കോടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിന്നുന്നത് 10 രൂപയ്ക്ക് 30 രൂപയ്ക്ക് മാത്രമായിരിക്കും. ഒരു ദിവസം നമുക്ക് കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് 30 രൂപയ്ക്ക് മാത്രമായിരിക്കും. പിന്നെ അതിൽ കിട്ടുന്ന ലക്ഷറിയും കാര്യങ്ങളും എല്ലാം മറ്റേ എന്താ പറയുക, നോർമൽ ലൈഫിൽ പോലെ ഉള്ളതായിരിക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇൻബോൺ ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാഷൻ നിങ്ങൾ മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, വെർത്ത് ഉണ്ടാവും. ആ 100 രൂപ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്കതിലൊരു വെർത്ത് ഉണ്ടാവും. എന്താ പറയുക, ആ 100 നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് ഓരോ രൂപയ്ക്കും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓരോ രൂപയ്ക്കും നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് 10,000 30,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ഇട്ട് നടക്കാൻ തീരുന്നത്. കാരണം നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അല്ല പണിയെടുക്കുന്നത്. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ പണിയെടുത്താൽ മാത്രമേ നിങ്ങളുടെ പൈസയ്ക്ക് വാല്യൂ ഉണ്ടാകത്തുള്ളൂ, നിങ്ങളുടെ ഹാർഡ് വർക്കിന് വാല്യൂ ഉണ്ടാകത്തുള്ളൂ, നിങ്ങളുടെ വിയർപ്പിന് വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പാടാണ്. പൈസയ്ക്ക് എങ്ങനെ പോകണം നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം പണിയെടുക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല എന്നുണ്ടെങ്കിൽ പൈസ ചിലവാക്കുന്നതും ആത്മാർത്ഥമായിട്ടായിരിക്കത്തില്ല. ഇതാണ് പൈസ കയ്യിൽ നിൽക്കാത്ത ആൾക്കാരുടെ ചെറിയൊരു സൊല്യൂഷൻ. സോ ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഈ പറയുന്ന ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പാഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ജസ്റ്റ് കണ്ടിട്ട് അതൊരു സൈഡായിട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ നോക്കൂ. ഇപ്പം എത്രയോ ആൾക്കാർ, ഇപ്പോൾ ടീച്ചർ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സൈഡായിട്ടൊരു ബിസിനസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സൈഡായിട്ട് പരിപാടി ഉണ്ടായിരിക്കും. അവർ സൈഡായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയുക, അവർ ചിലപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ വാർത്തയിലും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കൂലേ, ഞാൻ സൈഡായിട്ട് എനിക്ക് ജോലി ഉണ്ടെന്ന്, പക്ഷേ സൈഡായിട്ട് ഇങ്ങനെ തുടങ്ങി അത് പാഷനേറ്റായി മാറിയപ്പം എൻ്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് മാറി. സംഭവം എന്താണ്? അവൻ്റെ പാഷൻ അവൻ തന്നെ, അല്ലെങ്കിൽ അവളുടെ പാഷൻ അവൻ തന്നെ കണ്ടുപിടിച്ച് ബിസിനസ്സിലോട്ട് മാറിയപ്പോഴത്തേക്കും അത് സക്സസ് ആവാൻ തുടങ്ങി. പാഷനേറ്റായിട്ട് ചെയ്തപ്പോഴത്തേക്കും അതിൽ നിന്ന് പൈസ വരാൻ തുടങ്ങി. ആ പൈസ ഉതകാൻ തുടങ്ങി. മറ്റേ പൈസ ഉതകൂല. ആ പൈസ തൊട്ടപ്പോഴത്തേക്കും വീട് വയ്ക്കാൻ പറ്റുന്നു, കാർ വാങ്ങാൻ പറ്റുന്നു, എല്ലാം ചെയ്യാൻ പറ്റുന്നു. കാരണം അതാണ്, അത് സക്സസ് ആണ്. അതാണ് അവൻ്റെ പാഷൻ, അല്ലെങ്കിൽ അതാണ് അവരുടെ അവൻ്റെ എന്താ പറയുക പർപ്പസ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ. സോ നിങ്ങളെ കരിയറിലായാലും ഫിനാൻസിലായാലും എന്തിലായാലും നിങ്ങൾ ജോലിക്കാൾ ചിലപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് ഗതികേട് കൊണ്ടുപോകുന്നതായിരിക്കും ജോലിക്ക്, അല്ലെങ്കിൽ അവസ്ഥ കൊണ്ടുപോകുന്നതായിരിക്കും ജോലിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ഫിനാൻസ് ചിലെങ്കിൽ ലൈഫിൽ വേണം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. വിഷമിച്ച് ഡൗണായിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട്. കുറേ അനുഭവിക്കേണ്ടി വരും. അതിലോട്ട് ഇറങ്ങുമ്പോൾ കുറച്ചധികം നെഗറ്റീവും കുറച്ചധികം സിറ്റുവേഷൻസും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നടുന്ന മാവ് തന്നെയാണ് അത് കാലത്തിനനുസരിച്ചല്ലേ അതിൽ മാങ്ങ വരുള്ളൂ. സീസൺ ആവണം. സോ സീസൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ പാഷൻ കണ്ടുപിടിക്കാൻ വരുന്ന വരെ നിങ്ങൾ മാവിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ മാവ് വളരുള്ളൂ, എല്ലാം ചെയ്യുള്ളൂ. ഇതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ എന്താ പറയുക, നിങ്ങൾ ഭയങ്കരമായിട്ടും പോസിറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കതിൽ നിന്നൊരു സക്സസ് ഉണ്ടാവുന്നില്ല, അത് മറ്റുള്ളവർക്കാണ് ഉപയോഗം ഉണ്ടാവുന്നുണ്ടെങ്കിൽ വെട്ടിയം കളഞ്ഞേക്കണം, ഒന്നും ചെയ്യാൻ നിൽക്കണം. അല്ലാണ്ട് പിന്നെ അതിൽ വേറെ ഒന്നും സംസാരമായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിട്ട് സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതിനെ, അതായത് ഈ ഇത്തൽ കണ്ണികൾ, മാവിനെ നശിപ്പിക്കാൻ പറ്റുന്ന ബാക്ടീരിയകൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷം അങ്ങോട്ട് വിട്ടേക്കണം. സത്യം, ഞാനിത് ഉപമിക്കുന്നത് നിങ്ങളുടെ കരിയറുമായിട്ടാണ് ഉപമിക്കുന്നത്. നിങ്ങൾക്കിത് കണക്റ്റഡ് ആവോ ഇല്ലെന്ന് എനിക്കറിയണം. ഞാനൊരു മാങ്ങയിൽ തുടങ്ങിയാണ്. ഞാൻ പണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഉപമ എന്ന് പറഞ്ഞ സാധനം ഞാൻ ചെയ്തത്. പിന്നെ ഞാനോട്ട് ഉപമ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഫൈൻഡിങ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങളെ മനസ്സിലാക്കണം. എവിടെയാണ് കുറ്റം പറ്റിയത്, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം റെക്കഗ്നൈസേഷൻ ചെയ്യണം. അത് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. എവിടെ എനിക്ക് അബദ്ധം പറ്റി എന്നുള്ള തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. കുറച്ച് ടൈം എടുക്കും എങ്കിൽ പോലും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോജിക്കായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. എപ്പോഴും സ്പിരിച്വൽ പരമായിട്ട് ചിന്തിക്കരുത്. ലോജിക്ക് പരമായിട്ടും പ്രാക്ടിക്കൽ പരമായിട്ടും ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അതിനനുസരിച്ച് എന്താ പറയുക, അവേക്കനിങ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അവേക്കനിങ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞത് അവബോധം ഉണ്ടാവുക, അതായത് ബോധം ഉണ്ടാവുക. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓക്കെ ആവത്തുള്ളൂ. പിന്നെ എന്താണ്, ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്യേണ്ട എല്ലാ സിറ്റുവേഷനിൽ നിന്നും പരമാവധി ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം മിസ്സിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഇമോഷണലി എടുത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരാൾ പനി പിടിച്ചിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് പറയാണ്, പാവമില്ല അവന് പനി പിടിച്ചു പോയി. ആ ഇമോഷൻസ് നിങ്ങൾ എടുക്കുകയാണ് അവിടെ നിന്ന്. അവൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെ. ഒരിക്കലും ചെയ്യരുത്. ഒരാളുടെ ഇമോഷനിൽ ചെന്ന് കയറി എടുക്കരുത്. മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാമോ? അതേ സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങൾ ചെന്നിട്ട് അതെനിക്ക് വേണം എന്ന് പറയുന്ന സമയത്ത് അത് നിങ്ങളോട്ട് അട്രാക്റ്റഡ് ആയി. അതേ കണക്കാണ് അവിടെ ചെന്നിട്ട് പാവമില്ല അവൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥ, അങ്ങനെ അവളുടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്ന സമയത്ത് അത് നിങ്ങളിലോട്ട് അട്രാക്റ്റഡ് ആവുകയാണ്. അതായത് റിലേഷൻഷിപ്പ് അബൌട്ട് ചെന്നിട്ട് അവിടെ കൂട്ടുകാരിമാരും അല്ലെങ്കിൽ കൂട്ടുകാരന്മാരും ചെന്ന് പറയാണ്, അവിടെ നല്ല രീതിക്ക് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു, അവർ എന്ത് പറ്റിയെന്ന് എനിക്ക് പാവം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വിഷമിച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജിയാണ് നിങ്ങൾ വലിച്ചെടുക്കുന്നത്. ആ എനർജി നിങ്ങളിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫും അതേ കണക്കാവും. സോ അങ്ങനെ ചെയ്യരുത്. എനർജി വാമ്പേഴ്സ് അല്ലെങ്കിൽ എനർജി എടുക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കരുത്. ഓക്കെ. സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അതിനുശേഷം നിങ്ങൾ വേക്കപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുക. വേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഉണരുക, അവിടെ നിന്നും ഉണർന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കരിയർ എന്താണോ അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ആ സമയം നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു പാർട്ടിലോട്ട് എത്തിപ്പെടേണ്ട ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ജേണി കഴിഞ്ഞു. നമ്മളിപ്പം ക്ലാസ്സിൽ പഠിക്കാതിരിക്കുന്ന സമയത്ത് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുത്തൊരു പീരീഡിലോട്ടാണ് പോകുന്നത്. മാത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കാം. അങ്ങനെ ഓരോരോ ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഡിവൈൻ പവറും പിന്നെ നമ്മളുടെ വിധിപ്രകാരം നമ്മൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസും നമ്മുടെ ജാതക പ്രകാരം നമ്മുടെ കർമ്മ പ്രകാരം ഒക്കെയാണ് നമ്മുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ കയ്യിലിരിപ്പ്, അതായത് നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ പ്രവൃത്തികളും അനുസരിച്ച്. സോ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഡോറുകളുണ്ട്. നമുക്ക് കൊച്ചു പ്രായം കളിക്കാനും കല്യാണം കഴിച്ച് കല്യാണത്തിൻ്റെ സംഭവം അറിയാനും അത് കഴിഞ്ഞ് ഏജിനനുസരിച്ചുള്ള മെച്യൂരിറ്റി കാണിക്കാനും അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രായാതീതമായിട്ട് ആ സമയത്തോട്ട് പോകാനും അസുഖം വന്ന് കിടക്കാനും ഇതിനെല്ലാത്തിനും ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പം ഈ ഓരോ സ്റ്റേജസ് കടന്നു പോകേണ്ട സമയമാണ്. പ്രണയം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അമ്മ ആയതിനു ശേഷം പിന്നെയും അതേ പ്രണയം വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ആ പ്രണയം മാറി നമ്മൾ ആ പ്രണയം നമ്മൾ മക്കൾക്കും ഒക്കെ കൊടുക്കേണ്ടി വരും. സോ പിന്നെ ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. പ്രണയം വേണമെങ്കിൽ ഏത് വർഷം വരെ കൊണ്ടുനേക്കാം. പ്രണയത്തിന് അങ്ങനെ പ്രായവും കാര്യങ്ങളൊന്നുമില്ല. അത് വേറെ കാര്യമാണ്. മരിക്കുന്നതിന് മുന്നേ വരെ പ്രണയം കൊണ്ടുപോകാം. അത് പ്രണയത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പ്രണയം അത്ര ഒരു പരിശുദ്ധമായിട്ടുള്ളൊരു എനർജിയാണ്. എല്ലാത്തിനേക്കാളും ഒരുപാട് എനർജി ഉണ്ട്. കാമം ഉണ്ട്, സൈക്കിക് അറ്റാക്ക് ഉണ്ട്, കണ്ണീർ കമ്പയർ ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക പ്രണയമുണ്ട്. പക്ഷേ ഏറ്റവും ഭയങ്കര ദൈവം അനുഗ്രഹിച്ച് തന്നേക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ പ്രണയം തന്നെയാണ്. സോ അത് ഭയങ്കര ഒരു മായിക ലോകമാണ്. അപ്പം ഇവിടെ കാണാൻ പറ്റുന്നത് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂ സ്റ്റാർട്ട്, നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ തുടക്കം നിങ്ങൾ തുടങ്ങേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന സിറ്റുവേഷൻസിലുള്ള ആരും ഈ സമയത്ത് നിങ്ങളുടെ കൂടെ കാണത്തില്ല. നിങ്ങൾ വേക്കപ്പ് ആവേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേക്കപ്പ് ആവേണ്ട ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുക. നിങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ വേൾഡിലോട്ടാണ്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ അതിശയപ്പെടേണ്ട. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് പോലും കോൺഫിഡൻസ് കാണത്തില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നിങ്ങളുടെ ലൈഫിൽ.
പക്ഷെ നിങ്ങളെക്കാളും കോൺഫിഡൻസ് എനിക്കുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം വിധിയാണ് മാനിഫെസ്റ്റേഷൻ, വിധിയാണ്. ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹപ്രകാരം മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾ ആ ലൂപ്പിലോട്ട് എത്തിപ്പെടുന്നതാണ്. എക്സാമ്പിൾ, എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ആഷിക്ക് ഇത് കുറേ കാർഡും ആഷിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നീ ആൾക്കാരെ, ഒരുപാട് പേര് എന്നെ ചോദിച്ചിട്ടുണ്ട് അവൻ കുറേ കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പം എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ. ഒരുപാട് പേരുടെ ഡൗൺ ഫെയിലിയറിൽ നിൽക്കുന്ന സൈക്കിക്കായിട്ടുള്ള എനർജി യൂണിവേഴ്സ് പിടിച്ചു വെച്ചിട്ട് ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് ആ എനർജി എനിക്ക് തന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം, ഒരുപാട് ആൾക്കാരുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എൻ്റെ വായിൽ കൂടെ സൈക്കിക് എനർജി ആയിട്ട്, നിങ്ങളുടെ മൈൻഡില്ല സൈക്കിക് എനർജി, വാ വഴിയായിട്ട് സ്പോട്ട് എനർജി ആയിട്ട്, സൗണ്ട് എനർജി ആയിട്ട് നിങ്ങളിലോട്ട് കിട്ടുന്നു. നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ ഞാൻ വഴി കിട്ടുന്നു. ഇറ്റ്സ് എ ഡിവൈൻ ആണ്. ഇത് ഒരാൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന സാധനങ്ങളൊന്നുമല്ല. ഇറ്റ്സ് എ ഡിവൈൻ. ഇത് ഡിവൈൻ മെസ്സേജ് മാത്രമാണ്. മനസ്സിലാവണ്ട. ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുക എന്ന് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ നിങ്ങളിലല്ല വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത് നിങ്ങളുടെ ചുറ്റുപാടുമാണ്. സോ നിങ്ങളുടെ ചുറ്റുപാട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ബിസിനസ് സംബന്ധമായിട്ടുള്ളൊരു കാര്യം എടുക്കാം. അപ്പം ഒരാൾ ആഗ്രഹിക്കുകയാണ്, എന്താണ്, എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു വലിയൊരു ഗ്രൂപ്പിനെ തന്നെ എടുക്കാം. ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എടുക്കാം. ഇപ്പം ഒരു മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്കാവുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു ഓണർ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങണം, അയാളിൽ പൈസ ഉണ്ട്. ഇയാൾ ആഗ്രഹിക്കുന്ന സമയത്ത് വേറെ ഒരു ഡോക്ടർ ചിന്തിക്കും, നല്ലൊരു ഹോസ്പിറ്റൽ, നല്ലൊരു ജോലി കയറണം. അതേപോലെ അത് പാഷനേറ്റ് ആയിരിക്കും ആഗ്രഹിക്കുന്നത്. എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ അറിയുന്ന നല്ലൊരു ഡോക്ടറാണ്. ഇതേ കണക്ക് വേറൊരു നഴ്സ് ആഗ്രഹിക്കും. നഴ്സ് ആഗ്രഹിക്കുന്നത് നല്ലൊരു നഴ്സാവണം എന്നല്ലായിരിക്കും. ആളുടെ ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ ആളുടെ ഒരു അവസ്ഥ കൊണ്ട് എനിക്ക് നല്ലൊരു ജോലി വേണം ദൈവമേ എന്നായിരിക്കും ആൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് നല്ലൊരു ജോലി വേണം, എൻ്റെ കൊച്ചുങ്ങളെ പോറ്റാൻ, അല്ലെങ്കിൽ എനിക്ക് ഇതാവാൻ വേണ്ടിയിട്ട് എനിക്കൊരു ജോലി വേണം. അതേ കണക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന അത് വേറൊരാൾ ചിന്തിക്കും, അതിനേക്കാൾ ലോ ആയിട്ടുള്ളൊരു ചിന്ത ആൾ ചിന്തിക്കും, എനിക്കൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്കൊരു എന്താ പറയുക, ഒരു സെക്യൂരിറ്റി പണിയെങ്കിലും ആയാൽ മതി, ഇങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ മതി, ആ പൈസയ്ക്ക് എനിക്കൊരു ജോലി വേണം. ഇതൊരു ലൂപ്പാണ്. ഇതിനനുസരിച്ചാണ് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ വർക്കുന്നത്. അതായത് ഒന്നാമത്തെ ആൾ തീരുമാനം എടുക്കുന്നു, രണ്ടാമത്തെ ആൾ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം ഒരു വലിയൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരുന്നു. അങ്ങനത്തെ ഒരു സംഭവം ആ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ അവിടെ വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ജോലി, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജോലി കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് എനിക്കൊരു ജോലി മതി, എനിക്ക് ഒരു കുറച്ച് പൈസ ഉള്ള ഒരു ജോലി മതി. അപ്പം ആ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നു. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ചുറ്റുപാടിനെയാണ് ഡിവൈൻ മാറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിലല്ല മാറ്റം വരുന്നത്, ചുറ്റുപാടിലാണ് മാറ്റം വരുന്നത് എന്ന് ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് സിനിമ നടനാണോ മാറ്റം ഉണ്ടാകുന്നത്, നിങ്ങൾക്കാണോ മാറ്റം ഉണ്ടാകുന്നത്? ഒരു തിയേറ്ററിൽ പോയി ഇരിക്കുന്ന സമയത്ത് സിനിമ നടൻ എന്നും അഭിനയിക്കുന്ന കണക്ക് തന്നെയാണ് അഭിനയിക്കുന്നത്. സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം ഡയറക്ഷനും എല്ലാം ഒത്തു വരുന്നത്, എല്ലാം കണക്ഷൻസ് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് അവർ വന്നിരുന്നെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഒരു മാജിക്കൽ മിറാക്കിൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെ നിങ്ങൾക്കാണ് മാറ്റം വരുന്നത്. നമ്മൾ കാണുന്ന സമയത്ത് നമ്മളുടെ മെയിൻ്റെ നമുക്ക് മനസ്സിലാക്കും, വാവ് അടിപൊളി പടം എന്ന് നമുക്കാണ് തോന്നുന്നത്. അവൻ്റെ മാനിഫെസ്റ്റേഷൻ സ്കില്ലായിരിക്കില്ല, നിങ്ങളുടെ ചിന്താഗതിയാണ്. ഓഫ് കോഴ്സ് ഈ റീഡിങ്ങും എല്ലാം അതേ കണക്ക് തന്നെയാണ് പോകുന്നത്. സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ചുറ്റുപാടിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചിന്തകൾക്ക് ജീവൻ ഉണ്ടാവണം, നിങ്ങളുടെ എനർജിക്ക് വേവ് ലെങ്ത് ഉണ്ടാവണം, നിങ്ങളുടെ എനർജിക്ക് ജീവൻ ഉണ്ടാവണം. എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സക്സസ് ഉണ്ടാവും. പക്ഷേ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, ഈ ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും. പക്ഷേ ഈ ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത് ഇവരുടെ പ്രശ്നങ്ങൾ കൂടും. ഓരോരുത്തരും, ഈ ഡോക്ടറിനൊരു പ്രശ്നം വരും, ഈ നഴ്സിനൊരു പ്രശ്നം വരും, ഈ അവിടെ ഒരു സെക്യൂരിറ്റിക്ക് പറയും, ഇവരെല്ലാവരെയും പ്രശ്നങ്ങൾ ഇവർ തരണം ചെയ്ത് കണ്ടുമുട്ടി ഹോൾഡ് ചെയ്ത് അങ്ങനെ വലിയൊരു സംരംഭമാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്നും പറഞ്ഞുകൊണ്ട്
ഈ മാനിഫെസ്റ്റേഷൻ സ്കില്ല് എന്ന് പറയുന്നത് നടുക്ക് നിൽക്കുന്ന സെൻറ്റർ ഓഫ് പോയിന്റ് അതിൻ്റെ ഓണർ ആണെങ്കിൽ പോലും അയാളെക്കാളും പൈസ ഉപകാരപ്പെടുന്ന ഒരുപാട് ഡോക്ടേഴ്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും, പേഷ്യൻസ് വരെ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ഇതാണ് ആ മാനിഫെസ്റ്റേഷൻ സ്കില്ല്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് എത്രത്തോളം കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ അതങ്ങ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതാണ് മാനിഫെസ്റ്റേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. നിങ്ങൾക്കായിരിക്കത്തില്ല മാറ്റം വരുന്നത്, നിങ്ങളുടെ ചുറ്റുപാടുമായിരിക്കും. സോ അപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ, എന്തായാലും നിങ്ങൾക്കല്ല മാറ്റം വരുന്നത്, നിങ്ങളുടെ ചുറ്റുപാടിനുമാണ് ഇതുകൊണ്ട് മാറ്റം വരുന്നത്. സോ നിങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. യൂണിവേഴ്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ എല്ലാം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഞാനിപ്പോൾ എന്തിനു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ തമ്പനയിലിൻ്റെ അത് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സോ അതിൻ്റെ അകത്തൊരു 100% നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് എഴുതിയിട്ട് ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ എനർജിച്ച് എല്ലാം പറയുന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ വേണമല്ലോ. അപ്പം നമ്മളെ കൊണ്ടല്ല നമുക്ക് ഒരാൾ സക്സസ് ആവുന്നത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല എന്നുള്ളത് വേണം എല്ലാവരും മനസ്സിലാക്കാൻ. അതിൽ ഒരുപാട് ചുറ്റുപാടുമുള്ള ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടായിരിക്കും ഒരുത്തം വലുതാവുന്നത്. ഇപ്പം ഒരു സിനിമാ നടനായാലും ഒരു ബിസിനസ്സുകാരനായാലും ഞാനായാലും നിങ്ങളായാലും ഒരു ഡോക്ടറായാലും അല്ലെങ്കിൽ ആരെയായാലും അവൻ അല്ല വളരുന്ന, അവൻ്റെ ലൂപ്പ് വളരുന്നതിനനുസരിച്ചാണ് അവൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവനല്ല വളരുന്നത്, അവൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ വളരുമ്പോഴേ അവന് എക്സാമ്പിൾ ഞാൻ ഒരു ബിസിനസ്സുകാരന്മാരൊക്കെ പറഞ്ഞിട്ടില്ലേ, എൻ്റെ കസ്റ്റമർ എൻ്റെ സ്റ്റാഫുകളാണ് എൻ്റെ വിജയം എന്നൊക്കെ പറയില്ലേ, എൻ്റെ പ്രേക്ഷകരാണ് എൻ്റെ വിജയം. സത്യം പറഞ്ഞാൽ അവർക്കൊരു മാറ്റം ഉണ്ടെങ്കിലേ ഇവർ മാറുള്ളൂ എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ വെച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊന്ന് കണക്റ്റഡ് ആവില്ലെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല. സോ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ജീവൻ ഉണ്ടാവണം, നമ്മുടെ ചിന്തയ്ക്കൊരു ജീവൻ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവത്തുള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം എന്ന് പറയുന്നത് ഒരു മദർലി എനർജി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു മദർലി ഫീൽ ഉണ്ടാവും. മദർലി ഫീൽ എന്നോട് ഒരു ടേക്ക് കെയർ ഫീൽ ഉണ്ടാവും. നിങ്ങളെ ഈ സമയത്ത് എല്ലാവരും കെയർ ചെയ്യും, നിങ്ങളെല്ലാവരെയും കെയർ ചെയ്യും. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, മാനിഫെസ്റ്റേഷൻ ഇവിടെ ഒരുപാട് വർക്കൗട്ട് ആവുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. ഒരു കുട്ടിയില്ലാത്ത ആൾക്കാർക്ക് കുട്ടി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പ്രണയിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം ഒരു പ്രണയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു പഴയ ക്യാരക്ടർ അല്ല ഇപ്പം, ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരുപാട് ഡ്രീംസ് കാണുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ആയിട്ട് ഒരുപാട് പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. കരിയറിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് പുറത്തോട്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്ലാൻ ഇടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുറത്തോട്ട് പോകണം. എനിക്ക് ഈ സമയം നിങ്ങൾ സ്വന്തമായിട്ടും നിങ്ങളിലോട്ട് തിരിയുക എന്ന് പറയുന്നത് ഒരു യാത്ര പോകണം എന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, സക്സസ്ഫുൾ ആയിട്ടൊരു ലൈഫ് വേണം എന്നായിരിക്കും. ഒരു അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ പോലെ കളഞ്ഞാൽ പോരാ, സമയത്തിന് വാല്യൂ ഉണ്ട്, സമയത്തിനനുസരിച്ച് എനിക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഒരു മദർലി എനർജി ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഓരോന്നിനോടും ഒരു പ്രണയം, ഓരോന്നിനോടും ഒരു ഇഷ്ടം തോന്നേണ്ട ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ഒരു മദർലി എനർജിയുള്ള ഫീലാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിനോ സിറ്റുവേഷൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അലിഞ്ഞു പോകുന്ന മനസ്സായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്രയും ഒരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തന്നെ പിന്നീട് നിങ്ങൾ അതൊക്കെ മറന്നിട്ട് നിങ്ങൾ അങ്ങനെ പ്രതികാരം ചെയ്യാൻ പോകുന്ന വ്യക്തികളൊന്നുമായിട്ട് കാണാൻ പറ്റില്ല. ഭയങ്കര ഒരു പ്യുവർ എനർജി, പ്യുവർ മദർ എനർജിയാണ്. പ്യുവർ മദർ എനർജി ആയതുകൊണ്ട് തന്നെ എന്ത് സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാ പ്രതികാരം ഉണ്ടാവും. പക്ഷേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വേണ്ട, എന്തിനായിരുന്നു വേണ്ട, ആദ്യം നിങ്ങൾക്ക് മനസ്സിലാത്ത ഉണ്ടാവും ആ സിറ്റുവേഷൻസ് ഓൻ എന്നൊക്കെ പറയും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ സിറ്റുവേഷൻസ് മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് അലിയുന്ന മനസ്സാണ്. അങ്ങനെ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഇത്തിരി ഏജ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യാണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ വേറൊരു കാര്യം പറഞ്ഞില്ല, മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും വർക്കൗട്ട് ആവത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് വിധിപ്രകാരം. ഇപ്പം ചെന്നിട്ട് ഞാനൊരു സിനിമ നടനാണോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആവത്തില്ല ഞാൻ. കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ വിധി ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എൻ്റെ സോൾ വർഷങ്ങൾ കൊണ്ട് എന്നെ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ എൻ്റെ സോളിന് വേണ്ടത് ഇതാണ്. അപ്പം എൻ്റെ സോളിരുന്നിട്ട് എനിക്ക് അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തൊന്നുമില്ല. കാരണം അത്
വേണമെങ്കിൽ പൈസ സ്വന്തമായിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഒരു സിനിമയൊക്കെ അഭിനയിച്ച് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അല്ലാണ്ട് അത് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനാണ് വാല്യൂ. പർപ്പസ് ഉണ്ടെങ്കിൽ പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പം ഞാൻ തന്നെ പണ്ട് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ബൈക്ക് ക്രൈസ് ആയിരുന്നു. സോ കൊച്ചിലേക്ക് കിട്ടുന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി അതൊക്കെ ഒരു ടൈമുണ്ട്. ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയി ഇടിച്ച് കിടന്നു കഴിഞ്ഞാൽ പക്വതയില്ലാത്ത പ്രായമില്ല ഞാൻ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബൈക്ക് കിട്ടിയ സമയത്ത് അതിൻ്റെ മാന്യത ഓട്ടിക്കാൻ തുടങ്ങി. എനിക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന ഇപ്പം വൾഗർ, എനിക്ക് ആ സമയത്ത് വണ്ടി കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ വൾഗറായിട്ട് ഒട്ടിച്ച് സീനായി പോയില്ല. പക്ഷേ ദൈവം എനിക്ക് തന്ന സമയം ബെറ്റർ ആയിരുന്നു. ആ ബെറ്റർ സമയത്ത് എനിക്ക് കിട്ടിയ സമയത്ത് എനിക്ക് അഴിഞ്ഞാടാൻ പറ്റി. ബൈക്ക് എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി, ഓരോ പാർട്ട് മനസ്സിലാക്കാൻ പറ്റി, ആസ്വദിക്കാൻ വേണ്ടി പറ്റി. പക്ഷേ ആദ്യമാണ് തന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് അതിൻ്റെ അടുത്തുള്ള ക്രൈസ് പോയേനെ. പക്ഷേ അത് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാരണം കിട്ടണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. എനിക്ക് പെട്ടെന്ന് കിട്ടണം, എനിക്കത് വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കില്ല. എനിക്ക് ദൈവമേ, എനിക്ക് ദൈവാനുഗ്രഹത്താൽ എനിക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയണം. കറക്റ്റ് സമയത്ത് നമുക്ക് സാധനങ്ങൾ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്കത് ഫീൽ ആവത്തില്ല. ഇപ്പം അതങ്ങനെയാണ്. റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് കിട്ടണം. ഇപ്പോൾ ഒരു പെണ്ണ് കെട്ടണം എന്ന് വീട്ടുകാർ വാശി, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാർ വാശി പഠിക്കുന്ന സമയത്ത് വീട്ടുകാരെ നിർബന്ധത്തിന് പോയി കല്യാണം കഴിക്കരുത്. റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് വരത്തുള്ളൂ. ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ട് പിറ്റേതായിരിക്കും നമ്മളെ റൈറ്റ് പേഴ്സൺ വരുന്നത്. അപ്പം കൈയിട്ടോണ്ടിരിക്കാൻ അപ്പം ഭയങ്കര സീനാണ് നമുക്ക്. അപ്പം നമ്മൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇല്ലാണ്ടായി പോവും. ഓക്കെ, അപ്പം ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ട സമയം. നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു ആക്ഷൻ എടുത്ത് നോക്കൂ, അവിടെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് യൂണിവേഴ്സലിനെ സംബന്ധിച്ച്, ഈ ഗ്രഹത്തിനെ സംബന്ധിച്ച് ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എടാ നീ മാറണ്ട, അല്ലെങ്കിൽ നീ മാറണ്ട, നീ മാറാൻ വേണ്ടി ഒന്ന് ചിന്തിക്ക്, നീ ഇങ്ങനെ പോകാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് മാറ്റിപ്പിടി എന്നേ അവർ ചിന്തിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു കാർഡ് വെച്ച് റീഡിങ് ചെയ്തുകൊണ്ട് വർഷങ്ങളോളം റീഡിങ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കും മടുക്കും, ആ രീതി അങ്ങ് മാറും. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ അതിൻ്റെയൊക്കെ അഹങ്കാരം, കുറേ കാർഡും വെച്ചിൻ്റെ ഉള്ള അങ്ങനെയൊന്നുമല്ല സംഭവം. എനിക്കിത് എല്ലാ കാർഡും വായിക്കാൻ അറിയാം. പക്ഷേ എന്താ പറയുക, അത് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്ക് യൂണിവേഴ്സലിനെ സംബന്ധിച്ച് യൂണിവേഴ്സലിൻ്റെ ലൂപ്പിൽ വീഴാൻ നമുക്ക് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഡിസർവ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ തരാണ്ടിരിക്കില്ല. എടോ, നിങ്ങൾക്ക് ആരൊന്നും തന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമി നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. പോയി നാച്ചുറിൻ്റെ അടുത്ത് പോയി ചോദിക്കും, ദൈവത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കും. ദൈവം തരാത്തൊന്നുമില്ല. 1 കിലോ മണ്ണെണ്ണ അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ്റിനെ ആരാധിച്ചാൽ ഗവൺമെൻറ്റിതമായിട്ട് പോകേണ്ടി വരും. ഡിവൈനെ ആരാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റേ അടുത്ത് വന്ന് നിൽക്കും. മനസ്സിലായി? ഈ ഗവൺമെൻറ്റേ സത്യം പറഞ്ഞാൽ ഡിവൈൻസിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പറയും ദൈവങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറയും. ഓക്കെ, അപ്പം സംഭവം ഏത്തിസ്റ്റുകളാണ് ഏറ്റവും വലിയ മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. ദൈവവിശ്വാസി അല്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷം ദൈവത്തിനെ വിളിക്കാത്ത ഒരു മനുഷ്യനും കാണത്തില്ല. വിളിച്ചു പോവും. ഓക്കെ, അല്ലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിളിച്ചു പോകും. അപ്പം ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നുമല്ല, ഉണ്ടെന്നങ്ങ് പറഞ്ഞ് വിശ്വസിക്കുക, ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ കരിയറിൽ നിങ്ങളിൽ കുറച്ച് ഫോക്കസ് ആവുക. കൂടുതലും വേറെ മറ്റുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങളിൽ കൂടുതലും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ദീർഘവീക്ഷണം ഉണ്ടാകുന്നുണ്ട്, ടെലിപ്പതിയൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് വരുന്നൊരു സിറ്റുവേഷൻസൊക്കെ ആയിട്ട് കാണുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും സക്സസ് ആവും. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ സക്സസ് ആവും. പക്ഷേ നിങ്ങൾക്ക് ആ മെയിൻറ്റെയിനിങ് ആണ് ഇല്ലാത്തത്. നിങ്ങൾ സക്സസ് ആയിട്ട് നിങ്ങളത് എന്ത് ചെയ്യും? ആ മെയിൻറ്റെയിനിങ് ഉണ്ടാവാണ്ട്, നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ചോദിച്ച് നിങ്ങൾക്ക് ഡിവൈൻ തരും. പണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് ആ കൊച്ചിലെ പിള്ളേരെ, ഇപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ, ഈ കൊച്ചിലെ ഈ പെൺകൊച്ചുങ്ങളും ആൺകൊച്ചുങ്ങളും ഒക്കെ ആയിരിക്കും, അയ്യോ എനിക്ക് ആ സിനിമ നടന്ന അല്ല അതേ കണക്കൊരു ലൈഫ് എനിക്ക് വേണം, അതേ കണക്ക് എനിക്ക് സിറ്റുവേഷൻ വേണം. ഇവർ എഴുതിയൊക്കെ വയ്ക്കും, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കും, എനിക്ക് അതേ കണക്കൊരു ചെറുക്കനെ വേണം, അല്ലെങ്കിൽ എനിക്ക് അതേ കണക്കൊരു പെണ്ണിനെ വേണം. ഇത് ഇവരുടെ ലൈഫിൽ വരും എന്തെങ്കിലും. കാണാൻ ലുക്കും മറ്റേതും മറിച്ചൊന്നുമില്ല. ഇവരുടെ ലൈഫിൽ എങ്ങനെയായാലും വന്ന് ചേരും. പണ്ട് ആഗ്രഹിച്ചാൽ ആ യൂണിവേഴ്സ് വരുത്തി കൊടുക്കും. എങ്ങനെയെങ്കിലും വന്ന് കണക്റ്റഡ് ആവും.
വന്ന് കണക്റ്റഡ് ആവുന്ന സമയത്ത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ റിലേഷൻഷിപ്പിലൊക്കെ അതാണ് പ്രശ്നം. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളാണ് വലുത്, അല്ലെങ്കിൽ ഈഗോയൊക്കെ വർക്ക് ചെയ്ത് നമ്മളാണ് വലുത്, നമ്മളെ കയ്യിൽ നിൽക്കണം, നമ്മൾ ടോക്സിക്കാണ്, എല്ലാം സെറ്റാണ്, നമ്മളെ കയ്യിൽ ഇത് പെണ്ണൊക്കെ എന്തോന്ന് പെണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതാണ് പെണ്ണിനെ വരുതിയിലാക്കണം അങ്ങനെയൊക്കെ, അതിലൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലൊക്കെ നിങ്ങൾ സ്റ്റേബിൾ ആവുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് ഫിനാൻസൊക്കെ നിങ്ങൾക്ക് വരും. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി എന്തോന്ന് ഫിനാൻസ് വരണം. ഫിനാൻസൊക്കെ വരാൻ കിടക്കണതേ ഉള്ളൂ. പൈസയൊക്കെ ഇനി വെറുതെ കിട്ടും നിങ്ങൾക്ക്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ ചെറുക്കൻ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവൻ വേറെ പണിയൊന്നുമില്ലെന്ന്. നിങ്ങൾക്ക് എന്തോന്നറിയാം, പൈസയൊക്കെ വാല്യൂ ഇപ്പോൾ ഇടിയും. പൈസയൊക്കെ വാല്യൂ ഇടിഞ്ഞ് പൈസയൊക്കെ ഇപ്പം നിങ്ങളെ കയ്യിൽ ഒരുപാട് പൈസയൊക്കെ ചുമ്മാ തരും. ലാസ്റ്റ് ഇവിടെ എനർജിക്ക് അടിയാവും. അങ്ങനെ അതൊക്കെ ഭയങ്കര കഥകളാണ്. അതൊക്കെ അങ്ങ് ഫ്യൂച്ചറിൽ അങ്ങ് ലോങ് പോകുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്. അന്നൊക്കെ ഓക്സിജന് വേണ്ടിയിട്ടൊക്കെ ഭയങ്കര തർക്കമായിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാൾക്ക് നെറ്റ് കിട്ടി ഫ്രീ ആയിട്ട്. ഒരു ദിവസം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി നെറ്റ് കിട്ടാത്തൊരു ദിവസം, ആ ഒരു ലോക്ക്ഡൗൺ ആയിരിക്കണം, ഒരു ദിവസം നിങ്ങൾക്ക് നെറ്റില്ല, കഷ്ടപ്പെടും. നിങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നെറ്റില്ലാണ്ട് പറ്റുമോ നിങ്ങൾക്ക്? സോ അതാണ് പറഞ്ഞത്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സ്പിരിച്വാലിറ്റിയുടെ ബന്ധമല്ല അത്. ബട്ട് അതേ കണക്കൊക്കെയാണ് ഫ്യൂച്ചറിൽ മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു കാര്യം, നിങ്ങൾക്ക് കിട്ടാത്ത സാധനം യൂണിവേഴ്സിൽ വിചാരിച്ചാൽ 5 കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ഗതി പോകും. പഞ്ചഭൂതങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളമോ ഓക്സിജനോ വെളിച്ചമോ തീയോ ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോയി, നമ്മളാകെ ഡിപ്രഷനിലായി പോകും. സോ നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്നും വാല്യൂ ഉള്ളു. നിത്യോപയോഗ സാധനം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾക്ക് എന്നും വേണ്ട സാധനങ്ങളാണ് നിത്യോപയോഗ സാധനങ്ങൾ. അരി, പച്ചക്കറി, അതൊക്കെ അതേപോലെ തന്നെയാണ്. എന്താ പറയുക, മണ്ണിൽ വിളയുന്ന സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ മാത്രം. എല്ലാ ദിവസവും ഓരോരുത്തർ യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുണ്ട്. പച്ചക്കറി നിങ്ങളെന്ന് യൂസ് ചെയ്യും, അത് നിത്യോപയോഗ സാധനമാണ്, അത് മണ്ണിൽ വിരിയുന്ന സാധനങ്ങളാണ്. അരി അത് നിങ്ങളെന്താണ് ആഹാരം, അതൊക്കെ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങളാണ്. അല്ലാത്ത സാധനങ്ങളൊന്നും വേണ്ട നമുക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പിന്നെ ഇങ്ങനെ തത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തത്വം പറയുന്നതൊന്നുമില്ല, ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുള്ളിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ഓക്കെ, നെഗറ്റീവ് വളർത്തുന്നവർക്ക് നെഗറ്റീവ് വളർത്താം, പോസിറ്റീവിനെ വളർത്തുന്നവർക്ക് പോസിറ്റീവ് വളർത്താം. സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡുമാണ് ഇത് രണ്ടും. സോ ഇതിനെയാണ് അവർ ദൈവവും ചെകുത്താനൊക്കെ ആയിട്ട് ഉപമിക്കുന്നത് ചില ആൾക്കാർ. സയൻസ് സത്യമാണ്. സയൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനാൽ ഉടലെടുത്ത മായിക ലോകമാണ് സയൻസ്. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ്റെ മൈൻഡിൽ ഉടലെടുത്ത മായിക ലോകം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് കണ്ടുപിടിച്ച മനുഷ്യൻ, ഒരു ഫാൻ കണ്ടുപിടിച്ച മനുഷ്യൻ, ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച, ഫോൺ കണ്ടുപിടിച്ച, നെറ്റ് കണ്ടുപിടിച്ച മനുഷ്യൻ. ഈ മനുഷ്യനെ കണ്ടുപിടിച്ച ആരാണ്? അവിടെയാണ് സയൻസ് മാറി നിൽക്കുന്നത്. ശകലം മാറി നിൽക്കേണ്ടി വരും സയൻസിന്. പക്ഷേ സയൻസ് അവിടെയും സയൻസ് സീനാണ്. സോ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ള കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. അപ്പം ഇവിടെ മേജറിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്തൊരു സംഭവം പറയാം. ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ, ഞാനിങ്ങനെ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് പറഞ്ഞു പോവാം. ഈ ദൈവവിശ്വാസം അല്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ഇതുവരെ പൂച്ചേനെ കണ്ടിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും പൂച്ചേനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ബാക്കി എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊരു 30 വയസ്സ് വരെ നിങ്ങൾ ജീവിക്കുന്ന പൂച്ചേനെ കാണിക്കാനാണ് ഞാൻ നിങ്ങളുടെ ലൈഫിൽ 30 വയസ്സിലൊരു പൂച്ചേനെ കൊണ്ടിട്ടേരെയാണ്. എടാ ഇതൊരു സാധനമാണ് എന്നും പറഞ്ഞിട്ട് കൊണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥ നടിച്ചിരിക്കണം. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പറക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. ഡെയിലി കാണുന്നൊരു പൂച്ചേനെ നിങ്ങൾ അത്ഭുതമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. സോ അതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വേറെ യൂണിവേഴ്സിൽ വേറെ ആൾക്കാരില്ലെന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരും ഉണ്ടായിരിക്കും. ഈ ഏലിയൻസിനൊക്കെ പറ്റി പറയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഇവരൊക്കെ ചിലപ്പോൾ പറയും അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ പറയുന്നില്ല, ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ഈ സമയം വരുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. ഞാനൊക്കെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ പറയുന്നുണ്ടില്ലേ, സത്യം 2026 കയറിയതിന് ശേഷം ഇങ്ങനത്തുള്ള ഐഡിയാസൊക്കെ വരുന്ന. ഓക്കെ, ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്നെ കണ്ണുവിടരുത്. എനിക്കിതൊന്നും എനിക്കിതെൻ്റെ കഴിവോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കിത് എന്താ പറയുക, ഇതൊക്കെ അങ്ങ് ഫ്ലുവൻറ്റിൽ വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഒരുപാട് പേര് ചോദിക്കുന്നതിന് ഭയങ്കര അറിവാണ് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെ അറിവോ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക്.
ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയോ കിട്ടുന്ന ഒരു സാധനങ്ങളാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് നോർമലി സംസാരിക്കുന്ന സമയത്ത് നോർമൽ നിങ്ങളെ പോലത്തുള്ള മനുഷ്യനാണ്. ഓക്കെ, അപ്പം ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം ഓവർകം ചെയ്ത് വരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് ഈ സമയം വരുന്നുണ്ട്. നിങ്ങളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുന്ന സമയം നിങ്ങൾ ശരിയാ ഇവ എന്നെ കണക്കാണല്ലോ, അതേ കണക്ക് നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് പ്രതിബിംബം രൂപപ്പെടും, നിങ്ങളിൽ തന്നെ പ്രതിബിംബം രൂപപ്പെടും. രാജാവാവണം എന്ന് ആഗ്രഹിച്ച വ്യക്തി രാജാവാൻ പറ്റാതെ മാറി നിൽക്കുന്നൊരു സിറ്റുവേഷൻ. പലതും ആകണം, പലതും നേടണം, പലതും അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് ഇനി കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്റ്റേജ് വിട്ടിട്ട് വേറൊരു പോയിന്റിലോട്ട് പോകുന്ന ചില ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. എക്സാമ്പിൾ ഫിലിമോ, ഇത് എല്ലാവർക്കും അറിയപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഫിലിമൊക്കെ പറയണം കേട്ടോ, അല്ലെങ്കിൽ തലക്കില്ല നമ്മൾ എന്നും കാണുന്നത് നിത്യോപയോഗം. അതോ ഒരാൾ നടനാവണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് കാലം നടന്നു, അവന് നടനാവാൻ അല്ലെങ്കിൽ അവൾക്ക് നടിയാവാൻ പറ്റിയില്ല, അതെടുത്ത് മാറ്റി വെച്ചു. അപ്പം കാലക്രമേണ യൂണിവേഴ്സ് തീരുമാനിക്കുകയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇത്രയും ഈഗോ പിടിച്ച് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഉണ്ടായിട്ട് ഇവർക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം യൂണിവേഴ്സിനൊക്കെ അവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ യൂണിവേഴ്സ് ചിന്തിച്ച് ചുറ്റുപാട് മാറ്റുന്ന ഞാൻ എന്തിനാണ് ചുറ്റുപാടിനെ മാറ്റാണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയ അങ്ങ് വളർത്താം. അപ്പം സോഷ്യൽ മീഡിയ വളർത്തി കഴിഞ്ഞാൽ എന്താണ് ഉപയോഗം? സിനിമാ നടന്മാരെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവട്ടെ, അതായത് സിനിമ കാണണോ വേണ്ടേ എന്ന് ഇന്ന് ഇവിടുത്തെ റിവ്യൂസ് ആൾക്കാർ തീരുമാനിക്കും. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നടന്ന വലിയ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് കൊച്ചായിട്ട് പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് തന്നെ അഭിനയിച്ചൂടെ? ഒരു ഫോൺ എടുത്തിട്ട് 2 റീലിട്ട് നിങ്ങൾ സിനിമാക്കാരനെക്കാട്ടി നിങ്ങൾ ഫേമസ് ആവും. ഓക്കെ, അപ്പം അവ ഇങ്ങനെ നടന്നു വന്ന സമയത്തായിരിക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു. ഇതൊക്കെ എനിക്കിവിടെ നിന്ന് കിട്ടുന്ന സ്റ്റോറീസ് ആട്ടെ. ഇത് ആരെ സ്റ്റോറിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഏതെങ്കിലും ഒരു റിവ്യൂവറിൻ്റെ സ്റ്റോറി ആയിരിക്കും അത്. സിനിമാ നടനാവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് സിനിമാ നടനാവാൻ പറ്റാണ്ട് നടന്ന് ഒരുപാട് കാലം നടന്ന സമയത്ത് ഇന്ന് അവൻ തീരുമാനിക്കണം ആരെ സിനിമ വിജയിക്കണമെന്ന് അവൻ തീരുമാനിക്കണം. അപ്പം യൂണിവേഴ്സ് എന്തോന്ന് ചെയ്ത് ആൾക്കാരെ മൈൻഡും മെൻറ്റാലിറ്റി എല്ലാം മാറ്റി. ആദ്യമൊക്കെ ചിലപ്പോൾ കുറേ കുറ്റപ്പാടും കാരണങ്ങളും കാണും കേട്ടോ, പക്ഷേ ഫ്യൂച്ചറിൽ യൂണിവേഴ്സ് അവന് വേണ്ടി മാറ്റി കൊടുത്തില്ല. സോ അതാണ് ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ഈസ് എ അൾട്ടിമേറ്റ് വൺ. ചുറ്റുപാട് മാത്രമേ മാറ്റത്തുള്ളൂ. യൂണിവേഴ്സ് ചുറ്റുപാടും മാത്രം മാറ്റുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നോർമലായിട്ട് സംസാരിക്കും നമുക്ക്. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ലോയൽ ആവുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടും ലോയൽ ആവുന്നുണ്ട്. ലോയൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആഗ്രഹിക്കൂ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുക. ആഗ്രഹത്തിൻ്റെ ഏതെങ്കിലും മൂലക്കെങ്കിലും നിങ്ങൾ എത്തിപ്പെടും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആഗ്രഹിച്ചില്ല, എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. അത് എങ്ങനെയല്ലേ നമ്മുടെ ലൈഫിൽ എത്തിപ്പെടും. സോ ആഗ്രഹിക്കുക, ആ മാനിഫെസ്റ്റേഷൻ ഡിവൈൻ നമ്മളുടെ സോൾ നമ്മളെ മുറുകെ പിടിക്കുക, നമ്മളെ ദൈവത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക. എല്ലാവരെയും ആരുടെടുത്തും വലിയ അഹങ്കാരം അഹംഭാവം ഇതൊക്കെയാണ് യൂണിവേഴ്സിന് പിടിക്കാത്തത്. അഹങ്കാരം അഹംഭാവം അതൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമുക്കൊരു സക്സസ് വരുന്ന സമയത്ത് നമ്മളതിൽ വലിയ വാപ്പയാണ് അല്ലെങ്കിൽ വലിയ മറ്റേതാണെന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാലാണ് ഈ യൂണിവേഴ്സിന് ദേഷ്യം പിടിക്കുന്നത്. കാരണം അവർക്കറിയാം നിനക്ക് ജീവൻ തന്നെ നിന്നെ ഇവിടെ ഉണ്ടാക്കി വിട്ടതേ ഞാൻ, പിന്നെ നീ എന്തിനാണ് ഇവിടെ കിടന്ന് അഹങ്കരിക്കുന്നത് എന്ന് അവർ ചോദിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലോയലായിട്ട് നിൽക്കാൻ വേണ്ടി നോക്കുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നോക്കുക, പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി നോക്കുക, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ മെൻറ്റാലിറ്റിയോ ഒന്നും വേണ്ട. അതൊക്കെ നമ്മുടെ ലൈഫിലൂടെ നമ്മളെ സ്പിരിച്വൽ ജേണിയിൽ കയറുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരും. അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഒരുപാട് പേര് ചിന്തിക്കുക എനിക്ക് എന്തിനീ ജീവിതം തന്നു, എപ്പോഴും നെഗറ്റീവ്. അത് നമ്മൾ അത് മാറ്റണം. അത് മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മളൊരു ഹ്യൂമൻ ബീങ് ആവുന്നത്. സോ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ സിറ്റുവേഷൻസ് കാണിക്കുന്നത്. പ്രിഫർ ചെയ്യുന്നത് ടൈമിങ്, നിങ്ങളുടെ ടൈം ട്രെൻഡിങ് ആവുന്നുണ്ട്, നിങ്ങളുടെ ടൈം മാറുന്നുണ്ട് സമയമായിട്ടാണ് കാണുന്നത്. യെസ്, ഓഫ് കോഴ്സ് ആ എടുക്കുന്ന കാർഡ് ഇവിടെ മാറുന്നുണ്ട്. ഇത് ടൈം സാൻഡാണ്, സാൻഡ് ടൈം. അതായത് ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫർമേഷൻ ആവുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല. എക്സ്പീരിയൻസ് ബ്രീഫ് കണ്ടംറ്റ്. പിന്നെ അതായത് എക്സ്പീരിയൻസ് ബ്രീഫ് എന്ന് പറയുന്നത് നമുക്കൊരു പണി അറിഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച് വരുന്ന സമയത്ത് നമ്മളത് എക്സ്പീരിയൻസ്ഡ് ആവും. ഇപ്പോൾ എന്താ പറയുക, ഈ വീട്ടമ്മമാർ ഫുഡ് ഉണ്ടാക്കും, ഭയങ്കരമായിട്ടും ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ആദ്യം ചെയ്യും. അതല്ല ഇതിൽ കല്യാണം കഴിച്ചിട്ട് പോകുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ കാലക്രമേണ മക്കൾ വന്നിട്ട് പറയും
അമ്മ നല്ല ഫുഡാണല്ലോ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് ചിരിക്കേണ്ടി വരും വൈഫിൻ്റെ മുഖത്ത് നോക്കിയിട്ട്. കാര്യം എന്താണ്? അതാണ് കർമ്മ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം എങ്ങനത്തെയുള്ള സിറ്റുവേഷൻസൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓഫർ വരുന്നുണ്ട്. ജോലിയിലായാലും കരിയറിലായിക്കൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ വരുന്നുണ്ട്. ഒരുപാട് ടീച്ചറൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് മറ്റേ കണ്ണാടി മുന്നിൽ വെച്ച് ഇങ്ങനെ പറയില്ലേ, എനിക്ക് അത് യെസ് എനിക്കതാവണം, ഇങ്ങനെ പഠിപ്പിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രശ്നങ്ങളും റിലേഷൻഷിപ്പൊക്കെ സിറ്റുവേഷൻസൊക്കെ മാറുന്ന റിയലൈസ് ചെയ്ത് മാറ്റുന്ന ഒരു സമയമായിരുന്നു കാണാൻ. എന്തിൻ്റെയൊക്കെ സിംറ്റംസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ വരുന്നത് മെജിഷ്യൻ കാർഡാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ജോലിയൊന്നും അല്ല നിങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത് മക്കളെ. നിങ്ങൾക്ക് വലിയ പർപ്പസാണ് വരാൻ നിൽക്കുന്നത്. നിങ്ങൾ എന്ന് ചുറ്റി കളിച്ചുന്ന ആൾക്കാരല്ല നിങ്ങളെ മാനിഫെസ്റ്റ് ഇവിടെ എഴുതിക്കുന്നുണ്ടോ? മാനിഫെസ്റ്റ് ഉണ്ടോ? സക്സസ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിക്കുന്നുണ്ടോ? സോ ആ മാജിക്കൽ പവർ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കൂ, ഓപ്പർച്യൂണിറ്റി നേടൂ, ലൈഫ് സക്സസ് ആക്കിയിട്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കൂ. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സക്സസ് കിട്ടത്തുള്ളൂ. മാജിക്കായിട്ടുള്ള ഒരുപാട് സക്സസ് നിങ്ങൾക്കുണ്ട്. അതിന് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാജിക്കൽ പവർ നിങ്ങളെ കൈവിടത്തില്ല. പിന്നെ ഒരുപാട് നെഗറ്റീവ്സും സിറ്റുവേഷൻസും എല്ലാം ഉണ്ട്. അത് ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയും കളഞ്ഞാൽ മാത്രം മതിയാവും. ഓക്കെ, അതൊന്നും പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. ലൈറ്റപ്പ്, അതായത് സ്ട്രോങ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ ആദ്യമൊന്നും ആവത്തില്ല. പയ്യെ സിറ്റുവേഷൻസ് വന്ന് കാലക്രമേണ ആവും. ഇപ്പം ഒരു ഇപ്പം ദൈവം നിങ്ങൾ പറയും എനിക്ക് താങ്ങാൻ വയ്യാത്ത പ്രശ്നങ്ങളാണ് തരുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏതോ ഒരു സമയത്ത് താങ്ങാൻ വയ്യാത്തൊരു പ്രതിസന്ധി നിങ്ങൾ താങ്ങി. അതിനെ സംബന്ധിച്ച് പിന്നെ നിങ്ങൾക്ക് വരുന്നത് വലിയ സംഭവങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ താങ്ങാൻ പറ്റാത്ത അതിൽ ചെന്ന് വീഴരുതായിരുന്നു. ഏതോ ഒരു വലിയൊരു ട്രോമ നിങ്ങൾ താങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതോ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു സംഭവം നിങ്ങൾ താങ്ങി. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്. കാരണം അവർക്ക് മനസ്സിലായി, ഡിവൈന് മനസ്സിലായി നിങ്ങൾക്ക് ഇത്രയും താങ്ങാൻ പറ്റും. സോ അതിനേക്കാൾ പവർഫുള്ളായിട്ട് സാധനങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിലൂടെ വരുന്നത്. എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളും വരുന്നില്ല. നിങ്ങൾക്കതൊക്കെ എതിർത്ത് നേരിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പം അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാർഡ് വർക്ക് ചെയ്യുക. റൈറ്റ് ടൈം വരുന്ന സമയത്ത് എല്ലാം കറക്റ്റ് ഓക്കെ ആവും. അതൊന്നും വരെ കുറച്ച് പ്രശ്നങ്ങളും സിറ്റുവേഷൻസൊക്കെ എന്തായാലും വരും. റൈറ്റ് ടൈമിൽ എല്ലാ പവറും മാറും നമ്മുടെ ചിന്തകളും കാര്യങ്ങളെല്ലാം മാറും. മീനിങ് ഫുള്ളായിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് നമ്മുടെ ജീവിതത്തിലൊരു മീനിങ് വേണം. എന്താണ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു മീനിങ് നമുക്കുണ്ടാവണം. അതിന് എല്ലാം വേണം. ഇപ്പം എല്ലാം വേണം. കുടുംബം, കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മീനിങ് ഫുള്ളായിട്ട് ജീവിക്കുക. അതെല്ലാം ജീവിച്ച് തീർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മീനിങ് ഫുള്ളാകാൻ വേണ്ടി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ വിട്ടോ, വല്ല കൊടൈക്കനാലോ അല്ലെങ്കിൽ വല്ല ജമ്മു കാശ്മീരോ ഒക്കെ പോയി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വാ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്മാർട്ടായിട്ട് നിൽക്കാൻ വേണ്ടി നോക്കുക. വേറെ സിറ്റുവേഷൻസ് നെഗറ്റീവോ കാര്യങ്ങളൊന്നും ഡിസിഷൻസ് എടുക്കണം മാത്രം ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം. കാരണം നമ്മളെ ഡിസിഷനിലാണ് നമ്മളെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. അതായത് ഞാനിപ്പം റീഡിങ് എടുക്കുന്നില്ലേ, അത് തന്നെ ഫ്യൂച്ചറായി മാറിയില്ലേ, അത് കണക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വേറെ പ്രശ്നങ്ങളോ സിറ്റുവേഷൻസോ ഒന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. വേറെ ഓൾമോസ്റ്റ് എല്ലാം ഗുഡായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ കറണ്ട് സിറ്റുവേഷൻസൊക്കെ ഇതൊക്കെ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസൊക്കെ ഇതൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഇതിന് പുറമേ ഒന്നും കാർഡ് കാണിച്ചു തരത്തില്ല. കാരണം ടൈം എൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കാർഡ് കാണിച്ചു തരത്തില്ല. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ ബൈ. ടാറ്റ, സി യു.